Good morning. Good morning. സുഖാണോ? കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ കണ്ടിട്ട്. സുഖാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? കാലാവസ്ഥ എങ്ങനെയുണ്ട്? സുഖാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടാണല്ലേ? ഭയങ്കര ചൂടാണ്. മുസ്ലിം കുട്ടികളോട് ചോദിക്കുന്നില്ല എന്നാണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. അതെ, നല്ല ചൂടാണ്. അപ്പൊ എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കാട്ടോ. ന്യൂട്രീഷനൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് കുടിക്കാറുള്ള. അതുപോലെ തന്നെ പനി ചുമയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാം. വൈറസ് പോലത്തെ ചുമ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൃത്യമായിട്ട് നോക്കാം. കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് നോക്കാം. ഇപ്പോ എക്സാംസ് ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എക്സാംസ് ഒക്കെ നടക്കുന്ന ആ ടൈമിൽ അവരൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കാം. വരാതിരിക്കാനായിട്ട് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് അപ്ലിക്കേഷൻ ഫോം എന്താണ്, അപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു നിർത്തിയല്ലേ. ഇനി നെക്സ്റ്റ് നോക്കാം. To facilitate an effective and productive interview. For enabling productive interview, the employers make use of background information gathered with the help of application form. Application forms that helps in providing an unfiltered version of an applicant's work history and experience to the employees. Application forms are used to gather such information as it is easy for the candidate to exaggerate the results. Application form ensures that everyone is on an equal footing and all the applicants are asked about the same information. Application forms are used to employers in order to rapidly identify problems like job hopping, criminal history, and individuality to the work in the country. അപ്പോ എന്താണ് ഫെസിലിറ്റേറ്റ് ഇഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ നടത്താനായിട്ട് ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധ്യമാണ് അല്ലേ. ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ എന്നിട്ട് നമ്മളത് ഫിൽ ചെയ്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്ത് കൊടുത്തിട്ടാണ് ഓൺലൈൻ സിസ്റ്റത്തിൽ വിളിക്കുന്നത് ഇന്റർവ്യൂസിനായിട്ട്. അപ്പൊ അവർ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഈ ആപ്ലിക്കേഷൻ ഫോം കൂടെ നോക്കിയിട്ടാണ് ഓരോരോ കാര്യങ്ങളും ചോദിക്കുന്നത്. ചിലപ്പോ ആ ആപ്ലിക്കേഷൻ ഫോമിലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ട് കണ്ടിട്ട് അതിനകത്ത് നിന്നൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്താനായിട്ട് ഈ റിസൾട്ട്സ് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നിന്നും എന്താണ് കുറെ ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സുകൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ആ ഇൻഫർമേഷൻസ് എന്താണ് സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ്, കാൻഡിഡേറ്റ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കന്റിനും ഒരുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അല്ലെ.
നമുക്കറിയാം ഈ അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫിൽ ചെയ്തിട്ടാണ് ഓരോ കാൻഡിഡേറ്റിനും നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ ക്ഷണിക്കുന്നത്, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ ചിലപ്പോ എന്താ വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്താ പറയാ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവാം അല്ലെ. ചിലപ്പോൾ ഡിഗ്രി പഠിച്ചവരുണ്ടാവാം, ചിലപ്പോൾ PG പഠിച്ചവരുണ്ടാവാം അല്ലെ. നമ്മുടെ മേഖലയിൽ തന്നെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടായവരുണ്ടാവാം. അപ്പൊ അവരെയൊക്കെ മാറ്റി നിർത്താതെ അല്ലെങ്കിൽ തരംതിരിക്കാതെ കറക്റ്റ് ആയിട്ടുള്ള റെസ്യൂംസിൽ ഫിൽ ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും എന്താണ് ഒരുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ തരം ഇപ്പൊ അവരെ ഇങ്ങനെയുള്ള ജോബാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ക്രിമിനൽ ഹിസ്റ്ററീസ്, അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള ഇന്റലിജിബിലിറ്റി ടു വർക്ക് ഇൻ ദ കൺട്രി, വർക്കിൽ ചെയ്യാനായിട്ടുള്ള ഇന്റലിജിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ അപ്ലിക്കേഷൻ ഫോം ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂവില് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് വെരിഫിക്കേഷൻ. An employment application form differs from resumes as it is a legal document signed by the applicant to certify that true and correct information is provided by them. A paragraph on most application form provides warning about finding that issues or false information on the form may result in the application being rejected or the employee being fired. In addition, application forms may contain statements giving hiring employers permission for examining records, conducting background or credit checks and examining contract reference and previous employers. എന്താണ് വെരിഫിക്കേഷൻ? വെരിഫൈ ചെയ്യുക അല്ലെ. സാധാരണ ഒരു റെസ്യൂമയിൽ നിന്നും ഡിഫറെന്റ് ആണ് അപ്ലിക്കേഷൻ ഫോം പറയുന്നത്. അതായത് എന്താണ് അപ്ലിക്കേഷൻ ഫോമിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് അപ്ലിക്കേഷൻ ഫോമിന്റെ ആ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാ തരം ഇൻഫർമേഷൻസ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ തരം ഇൻഫർമേഷൻസുകളും കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിന്റെ അടിയിൽ നമ്മൾ സൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓരോ കാൻഡിഡേറ്റും സൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ആരും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളിങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ ഫോം ഓരോ എന്താ പറയാ നമ്മളിപ്പോ ജോബിനായിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് ക്ഷണിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം തരും. അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ അടിയിലായിട്ട് ലാസ്റ്റ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ്, തെറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇത് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക അവർക്ക്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് മിക്ക അപേക്ഷാ ഫോമുകളിലെയും ഖണ്ഡിക എന്നത് എന്തായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഇൻഫർമേഷൻസ് തെറ്റായി എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായി തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപേക്ഷ നിരസിക്കാനായിട്ടോ അല്ലെങ്കിൽ ജീവനക്കാരെ പിരിച്ചുവിടാനായിട്ടോ കാരണമാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് അത് നൽകുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അഡീഷൻ അപ്ലിക്കേഷൻ ഫോംസ് may contains a statement giving hiring employers permission for examine records, conducting background or credit checks and examining the contact reference the previous employers. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ജീവനക്കാരെ പിരിച്ചുവിടാനായിട്ടോ അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കാനായിട്ടോ കാരണമാകുന്നു. ഇനി ഈ അഡീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാം. In addition, the application form may contain the statement giving hiring employees permission for examining records, conducting background or credit check and examining contact reference on the previous employees. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത് അത് വിട്ട് അതെന്ത് ചെയ്തു, അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളൊരു മറ്റൊരു സ്ഥലത്ത് ജോലി നോക്കി.
ഓക്കെ. അവിടെ നമ്മളിപ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും, ചിലപ്പോ സാലറിയുടെ പ്രോബ്ലംസോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ അതുപോലെ തന്നെ പ്രമോഷൻ, അതുപോലെ തന്നെ അവിടെയുള്ള ഒരു എന്താണ് വർക്കിംഗ് എൻവയോൺമെന്റ് നല്ല രീതിയിലല്ലാത്തത് കൊണ്ടൊക്കെ നമ്മൾ ചിലവര് പറയാറുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടാർജറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അവിടുത്തെ ജോലി വിട്ടിട്ട് വേറൊരു കമ്പനിയിൽ ജോലി നോക്കാറുണ്ട്. പലരും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. പലരും ചിലപ്പോ ഒരു 3 മാസത്തിനോ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനൊക്കെ കടിച്ചു പിടിച്ച് ആ കമ്പനിയിൽ നിൽക്കാറുണ്ട്. കാരണം എന്താണ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുമെന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വേറൊരു സ്ഥലത്ത് ജോലി നോക്കി. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെയാണ് എംപ്ലോയർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് എല്ലാ ഡോക്യുമെന്റ്സുകളും, നമ്മുടെ എല്ലാത്തരം ഡോക്യുമെന്റ്സുകളും റഫറൻസുകളും ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് എംപ്ലോയർക്ക് ഇപ്പൊ വിളിച്ചു ചോദിക്കാം എല്ലാത്തരം ഡോക്യുമെന്റ്സും ആ എംപ്ലോയർക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെയൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ആ മറ്റേ കമ്പനിയിലോട്ട് വിളിച്ചു ചോദിക്കാം. ആദ്യം ജോയിൻ ചെയ്ത കമ്പനിയിൽ എന്തൊക്കെയാണ് ഈ കാൻഡിഡേറ്റ് ചെയ്തിരിക്കുന്ന ജോലി, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, പേഴ്സണാലിറ്റി എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ എംപ്ലോയർക്ക് മറ്റു ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ എംപ്ലോയറോട് വിളിച്ചു ചോദിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ റെഫറൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോ അത് എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള എംപ്ലോയേഴ്സിനെ വിളിച്ച് ചോദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോ ഈ കാൻഡിഡേറ്റ് തന്നിരിക്കുന്ന ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഫേക്ക് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിളിച്ച് ചോദിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ സെന്റൻസിൽ പറയുന്നത്. നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു, അവിടെ നിർത്തിയിട്ട് വേറൊരു കമ്പനിയിൽ ജോലി നോക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോംസിന്റെ കൂടെ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മൾ അവിടെ വെച്ചിരിക്കും. ആ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ഇവിടെയുള്ള പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കമ്പനിയിലുള്ള എംപ്ലോയർക്ക് പ്രീവിയസ് എംപ്ലോയറോട് വിളിച്ചു ചോദിക്കാവുന്നതാണ്, ഫേക്ക് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത് പർപ്പസിൽ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. To facilitate the effective and productive interview and verification. വായിച്ചു നോക്കാം കേട്ടോ.
Okay, next contents in application forms. And the content application forms include like information is generally required of the following items in application forms. First, personal background information. This includes information regarding the candidate's name, date of birth, correspondence, permanent residential address, medical status, sex, nationality, patient's name, their annual income, number of dependents, etc. This gives information to the management about the candidate, status of his family in society, and the background determines his suitability to the organization and also the influence of all these factors on his personality. Samir, on the camera off ചെയ്യുമോ? അപ്പോ അവിടെ നോക്കിയേ എന്താണ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് അല്ലെ എല്ലാ ആപ്ലിക്കേഷൻ ഫോമിലും നമ്മളിപ്പോ പത്ത് തയ്യാറാക്കുമ്പോഴായാലും നമ്മൾ എന്താണ് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെക്കാറ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിലും എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ് അല്ലെ. എല്ലാത്തരം ഡീറ്റെയിൽസുകളും കാൻഡിഡേറ്റിൻ്റെതായിട്ടുള്ള എല്ലാത്തരം ഇൻഫർമേഷൻസുകളും എന്തില് ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കിയേ. കാൻഡിഡേറ്റിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അഡ്രസ് അല്ലെ, അഡ്രസ് കാര്യങ്ങൾ നമ്മൾ വെക്കാറുണ്ട്. അതുപോലെ തന്നെ മെറിറ്റൽ സ്റ്റാറ്റസ്, സെക്സ്, നാഷണാലിറ്റി, പാരന്റ്സ് നെയിം, ആനുവൽ ഇൻകം, അതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അതാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ എന്താണ് ഇതാണ് ഫസ്റ്റ് വണ്ണിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. This consists of details about the candidates, educational institutions such as schools, colleges, universities, etc. It also includes information regarding the course he has studied, the duration of the study, medium of the study, marks and rank achievements, sports like and dislikes, etc. This type of information is most important for the organization. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് പോലെ തന്നെ നമ്മൾ എന്താണ് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകളും എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെ, എവിടെയാണ്, ഏത് സ്കൂളിലാണ്, അതുപോലെ തന്നെ ഏത് കോളേജ്, ഏത് യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മളവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് കോഴ്സ് ആണ്, ഡ്യൂറേഷൻ, അതുപോലെ തന്നെ മീഡിയം ഓഫ് സ്റ്റഡി, മാർക്ക്, റാങ്ക്, അതിന്റെ പെർസെന്റേജ്, ഇതൊക്കെ നമ്മൾ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്പോർട്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം ഏതൊക്കെയാണ്, ലൈക്ക്, ഡിസ്ലൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫിൽ ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് ആണ് വർക്ക് എക്സ്പീരിയൻസ്. This consists of the entire past job details. Greatest stress is laid on the type of worker, duration of the worker in each job, reasons for exit from the previous job, job duties and responsibilities, and the salary package, etc. This data updates the organization about the candidates, job stability, his behavior towards worker, his
attitude and loyalty towards the previous employer, etc. അപ്പൊ എന്താണ് വർക്ക് എക്സ്പീരിയൻസ് നമ്മളിപ്പോ നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അവിടെ നമ്മൾ ആ ജോബ് നിർത്തി ഇനി പിന്നീട് വേറൊരു കമ്പനിയിൽ നമ്മൾ എന്താണ് ഇന്റർവ്യൂവിന് ക്ഷണിക്കുകയാണെങ്കിൽ ഈ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇന്റർവ്യൂവിന് ക്ഷണിക്കുമ്പോൾ അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫിൽ ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത്? വർക്ക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഏത് വർക്കാണ് ചെയ്യുന്നത്, ഏത് കമ്പനിയിലാണ്, അതിന്റെ ഡ്യൂറേഷൻ, എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ എക്സിറ്റ് ആയി പോകാൻ കാരണം, സാലറി പാക്കേജ്, ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ആ അപ്ലിക്കേഷൻ ഫോമില് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സാലറി. അപ്ലിക്കേഷൻ ഫോംസ് ഓൾസോ ആസ്ക് ഫോർ ദി സാലറി that the candidate is presently obtained and what he is expecting from the organization. ഇനി നമ്മുടെ സാലറിയുമായിട്ട് പ്രസന്റ്ലി നമ്മൾ വാങ്ങിക്കുന്ന സാലറി എത്രയാണ്, അതുപോലെ തന്നെ നമ്മളെ ഓർഗനൈസേഷനിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന സാലറി ചോദിക്കാറുണ്ടല്ലോ ഇന്റർവ്യൂവിനൊക്കെ. നിങ്ങൾ എത്രയാണ് സാലറി എക്സ്പെക്ട് ചെയ്തത്, ഇപ്പൊ ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി എത്രയാണ് എക്സ്പെക്ട് ചെയ്തത് ചോദിക്കാറുണ്ട് നമ്മളോട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോമിലും നമ്മൾ ഇത്തരമുള്ള കാര്യങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും. Personal items. This comprises the person's like and dislike, the association, membership, sports, hobbies, etc. ഇപ്പോൾ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഐറ്റംസുകൾ ഏതൊക്കെയാണ്, ഇപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ്, സ്പോർട്സിന്റെ കാര്യങ്ങൾ അല്ലെ, അതുപോലെ തന്നെ ഹോബീസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അവിടെ അപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ ആണ് റഫറൻസ്. It includes the name, address, and the contact details of the persons who can be contacted for references. അതായത് റഫറൻസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ എന്തെങ്കിലും വിലാസവും ബന്ധപ്പെടാനായിട്ടുള്ള വിശദാംശങ്ങളും നമ്മൾ അവിടെ എന്താണ് അപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് റഫറൻസിൽ ഉൾപ്പെടുന്നത്. എന്താണ് റഫറൻസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരും വിലാസവും ബന്ധപ്പെടാനായിട്ടുള്ള വിശദാംശങ്ങളും നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. ഇതാണ് റഫറൻസിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ ഫോമിന്റെ കണ്ടന്റ്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, വർക്ക് എക്സ്പീരിയൻസ്, സാലറി, പേഴ്സണൽ ഐറ്റംസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് വൺ വരുന്നത് reference. Okay, okay.
വായിച്ചു കഴിഞ്ഞവര് അഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം വായിച്ചു നോക്കാൻ ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അത് വായിച്ചു നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പറയാം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം? 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി മുകേഷ് പറഞ്ഞു നോക്കിയേ. കാവേരി, കാവേരി കുഞ്ഞുമോൻ,
Hello, ma'am. കേൾക്കുന്നു. A standardized application form gives a formal introduction of the potential applicants. With the help of the application form, the firm is able to extract valuable information about the different applicants and compare them. The firm has the right. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട മനസ്സിലായ 4 പോയിന്റ് വായിച്ചപ്പോ. A standardized application form gives a formal introduction of the potential applicant. Potential applicant formal ആയിട്ടുള്ള introductions കൊടുക്കുന്നു. With the help of application formന്റെ helpഓടെ the firm is able to extract valuable information. Valuable ആയിട്ടുള്ള informations ഫോമിന് കിട്ടുന്നുണ്ട്. About the different applicants and compare them. അത് തമ്മിൽ applicants തമ്മിൽ കമ്പയർ ചെയ്യുന്നു. തമ്മിലുള്ള വ്യത്യാസങ്ങൾ കമ്പയർ ചെയ്യുന്നു. The firm has the right to reject the potential applicant. Firm potential applicantsനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. Who does not meet the minimum job qualification after proper screening of the applicant. Proper ആയിട്ട് applicants screening ചെയ്യുന്നില്ലെങ്കിൽ ജോബിന്റെ മിനിമം ക്വാളിഫിക്കേഷൻസ് വെച്ച് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഫേമിന്. It helps in forming a basis to start a conversation in the process of an interview. Interview process conversation സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നാല് കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ വരുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡർഡൈസ്ഡ് ആപ്ലിക്കേഷൻ ഫോം ഗിവ്സ് എ ഫോർമൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ അപ്ലിക്കന്റ്. എന്താണ് ഒരു ഫോർമൽ എന്ന് പറഞ്ഞാൽ? എന്താ മീനിങ് വരാം? ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മീനിങ് ഫോർമൽ എന്ന് പറഞ്ഞാൽ? ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔപചാരികമായ. ഓക്കെ, ഈ ഔപചാരികമായ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ. അപ്പോ ഈ ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് നമ്മൾ എന്താണ് ഒരു കാൻഡിഡേറ്റിന്റെ എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ പറഞ്ഞിരുന്നു, അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഫില്ല് ചെയ്താണ് കൊടുക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അപ്ലിക്കന്റിന്റെ ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ അതിൽ നിന്നും ലഭിക്കുന്നുണ്ട് നമുക്ക് അല്ലെ. അപ്ലിക്കന്റ് എന്താണ്, പേര്, കാര്യങ്ങള്, എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ, എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫോം നോക്കുമ്പോൾ ആ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസ് അതിൽ അവൈലബിൾ ആണ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഔപചാരികമായിട്ടുള്ള ഫോർമൽ ഇൻട്രൊഡക്ഷൻ ആണ് ആപ്ലിക്കേഷൻ ഫോംസിൽ നിന്നും ഇങ്ങനെ കാൻഡിഡേറ്റിന്റെ എല്ലാ ഇൻഫർമേഷൻസും ലഭിക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്താ, with the help of the application form, the firm is able to extract valuable information about the different applicant and compare them. എന്താണ് നമ്മള് ഈ ആപ്ലിക്കേഷൻ ഫോം ഒരു കാൻഡിഡേറ്റിന്റെ മാത്രമല്ല നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. പല കാൻഡിഡേറ്റും വരും, ആ കാൻഡിഡേറ്റിന്റെ എല്ലാ ഇൻഫർമേഷൻസും അല്ലെ. ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, അവരത് ഫില്ല് ചെയ്ത് തരും അല്ലെ. അപ്പോ വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള, സ്കില്ലുള്ള, നല്ല എബിലിറ്റി ഉള്ള, നമ്മുടെ ജോബില്, നമ്മുടെ വാക്കൻസിയില് ആ ജോബിന് വേണ്ടതായിട്ടുള്ള സ്കില്ലും എബിലിറ്റി ഉള്ള ആളുകൾ ആരാണ് എന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The firm has the right to reject the potential applicant who does not meet the minimum job applications after proper screening of
the applicants. Proper ആയിട്ടുള്ള സ്ക്രീനിങ്ങിന് ശേഷം എന്താണ് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. ആപ്ലിക്കേഷൻ ഫോം ആണ് ഏറ്റവും അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇന്റർവ്യൂ ചെയ്ത് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും യോജിച്ച നമ്മുടെ ആ ഓർഗനൈസേഷനിൽ ആ വാക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഏറ്റവും യോജിച്ച ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. It helps informing a basis to start a conversation with the process of an interview. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എന്താണ് ഇന്റർവ്യൂ നടത്തുന്നത് അല്ലെ. അപ്ലിക്കേഷൻ ഫോം തരും, അത് ഫില്ല് ചെയ്യിക്കും, എന്നിട്ടാണ് ഇന്റർവ്യൂവിന് നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോം നോക്കിയിട്ട്. അങ്ങനെ വിളിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോയിട്ടുള്ളവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ അപ്ലിക്കേഷൻ ഫോം എടുത്ത് വെച്ചിട്ട് അവർ നോക്കിയിട്ടാണ് നമ്മളോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, അങ്ങനെ കാൻഡിഡേറ്റും എംപ്ലോയറും തമ്മിലൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ അപ്ലിക്കേഷൻ ഫോം സഹായകമാണെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എലമെന്റ് കൂടിയാണ് എന്ത് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ പ്രോസസ്സിൽ ഈ കോൺവെർസേഷൻ ആശയവിനിമയം നടത്താനായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഘടകം ഫാക്ടർ ആണെന്ന് പറയാം എന്ത് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. വായിച്ചു കഴിഞ്ഞു വിശ്വസിക്കുന്നു. നോക്കാം, 3 പോയിന്റ് ആണ് അതിൽ പറയുന്നത്. Disadvantages of application form. In addition, selection process using application form create various problems which are attributed to the following factors. First one, sometimes the firm designs certain application forms very carelessly. എന്താണ്, ഓരോ ഫോംസുകളും ചില ടൈമുകളിൽ എന്താണ് അപ്ലിക്കേഷൻ ഫോം അത് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് വെരി കെയർലെസ് ആയിട്ടാണെന്നുള്ളത്. ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. Few applicants are experts in keeping false information about their qualifications, which
is difficulty to verify. അതുപോലെ തന്നെ ചില എന്താണ് അപ്ലിക്കേഷൻസ് കുറേ അധികം ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ ഒരു 10 എന്താ പറയാ ഒരു 100-ൽ പരം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് എല്ലാവർക്കും അപ്ലിക്കേഷൻ ഫോം കൊടുക്കും, അത് ഫില്ല് ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഈ ചില ആളുകൾ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനകത്ത് എഴുതാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. There can be a possibility that the HR persons face problems in accessing the information about the applicant that are mentioned in the application form. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമില് ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിലയിരുത്തുന്നതിൽ ഈ HR പേഴ്സണൽസ് വളരെ പ്രോബ്ലംസ് നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, 3 കാര്യങ്ങള്. ഇനി നെക്സ്റ്റ് നോക്കാം, സെലക്ഷൻ ടെസ്റ്റ്. ഓക്കെ, സെലക്ഷൻ ടെസ്റ്റ് നോക്കാം. ടെസ്റ്റ് are also known as a psychological test. Underline ചെയ്യാം. These tests are important tool which are used for the selection procedure. ഈ സെലക്ഷൻ ടെസ്റ്റ് അല്ലെ, പല രീതിയിലുള്ള ടെസ്റ്റുകൾ എന്താണ് സെലക്ഷൻ പ്രൊസീജിയറിന് സഹായകമാണ്, ഇമ്പോർട്ടന്റ് ടൂൾ ആണെന്നാണ് പറയുന്നത്. Psychological test is conducted to evaluate some sets of skills and capabilities of a worker which are supposed to be there for the successful job outcomes as per the job analysis. നമ്മൾ ഈ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന്റെ സ്കിൽസ്, നോളജ് അല്ലെങ്കിൽ അവരുടെ ക്യാപ്പബിലിറ്റീസ്, കഴിവുകളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് ഈ ജോബിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവോ, ജോബിൽ അദ്ദേഹത്തെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ടെസ്റ്റിലൂടെ നമുക്ക് അത് അനാലിസിസ് ചെയ്യാനായിട്ട് സഹായകമാണ്, വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ടെസ്റ്റിലൂടെ ഓരോ കാൻഡിഡേറ്റിനെയും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ടെസ്റ്റ് വഴി അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് ഈസ് എ ടൂൾ ഡിസൈനഡ് ടു ഇവാലുവേറ്റ് ദ സെലക്ടീവ് സൈക്കോളജിക്കൽ എലമെന്റ്. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ സൈക്കോളജിക്കൽ എലമെന്റ് വിലയിരുത്താനായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടൂൾ ആണ് നമുക്ക് പറയാൻ പറ്റും ടെസ്റ്റ് എന്ന് പറയുന്നത്. The primary reasons for conducting the test in the selection procedure is to easily and accurately evaluate the difference between job-related capabilities and സ്കിൽസ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലെ. നമ്മള് പ്രൈമറി റീസൺസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ പ്രധാനമായിട്ടുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സെലക്ഷൻ പ്രൊസീജിയറിലൂടെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടും ഈസി ആയിട്ടും എന്താണ് ഈ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനെ എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസിനെ നമ്മള് പ്രോപ്പർ ആയിട്ട് അനാലിസിസ് ചെയ്യുന്നതിലൂടെ അല്ലെ, അവരെ ക്യാപ്പബിലിറ്റി അറിയാൻ പറ്റും. ടെസ്റ്റുകൾ പല രീതിയിലുള്ള ടെസ്റ്റുകൾ ഉണ്ട്. ആ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ ക്യാപ്പബിലിറ്റീസ് അറിയാൻ പറ്റും, സ്കിൽ അറിയാൻ പറ്റും, നോളജ് അറിയാൻ പറ്റും. അങ്ങനെയുള്ള സകലവിധ എല്ലാ കാര്യങ്ങളും കാൻഡിഡേറ്റിന്റെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്താണ് പ്രോപ്പർ ആയിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സഹായകമാണ് ടെസ്റ്റിലൂടെ. Human capabilities are interconnected to each other and complicated in nature. Therefore, they must be understood in relation to one another. അതുപോലെ തന്നെ മനുഷ്യന്റെ കഴിവുകൾ പരസ്പര ബന്ധിതവും പ്രകൃതിയിലെ സങ്കീർണവുമായതിനാൽ പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനായിട്ട് ഈ ടെസ്റ്റിലൂടെ സഹായകമാണ്. ഇനി അവിടെ ഡെഫിനിഷൻ 3 ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കി. അക്കോർഡിംഗ് ടു റെയ്നെ എഫ് കാസി, നോക്കാം. A psychological test is a standardized measure of behavior. Psychological test is a standardized measure ഓഫ് ബിഹേവിയർ. എന്താണ് കാസിയോന്റെ അഭിപ്രായത്തില് ഒരു എന്താണ് മനഃശാസ്ത്രപരമായിട്ടുള്ള പരിശോധന
പെരുമാറ്റത്തിന്റെ ഒരു മാനദണ്ഡമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള പരിശോധന പെരുമാറ്റത്തിന്റെ ഒരു മാനദണ്ഡമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് ബിഹേവിയർ. ഇനി അക്കോർഡിംഗ് ടു കോൺബാക്കർ എന്താണ്? എ ടെസ്റ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ for comparing the behavior of two or more persons. എന്താണ്? കോൺബാക്റ്റിന്റെ അഭിപ്രായത്തില് രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പെരുമാറ്റം താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു ചിട്ടയായ നടപടിക്രമമാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പെരുമാറ്റം താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു ചിട്ടയായിട്ടുള്ള നടപടിക്രമത്തെയാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. Okay. Next on according to Milton and Bloom, a test is a sample of an aspect of an individual's behavior, performance, and attitude. എന്താണ്? ഒരു വ്യക്തിയുടെ പെരുമാറ്റം, പ്രകടനം, മനോഭാവം എന്നിവയുടെ ഒരു വശത്തിന്റെ ഒരു സാമ്പിൾ ആണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ? ഒരു വ്യക്തിയുടെ മനോഭാവമുണ്ട്, പ്രകടനമുണ്ട്, പെരുമാറ്റമുണ്ട്, അതിന്റെയൊക്കെ ഒരു വശത്തിന്റെ ഒരു സാമ്പിൾ ആണ് ടെസ്റ്റ് എന്ന് മിൽട്ടൺ ആൻഡ് ബ്രൂക്ക് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? ടെസ്റ്റിന്റെ 3 ഡെഫിനിഷൻ ഉണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, സെലക്ഷൻ ആയാലും റിക്രൂട്ട്മെന്റ് ആയാലും, ഇപ്പൊ ടെസ്റ്റ് പഠിച്ചു അല്ലെ, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോഴും അതിന് കുറേയധികം ഡെഫിനേഷൻസ്, ഒന്നിൽ കൂടുതൽ ഡെഫിനേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഇത് ആരുടെ ഡെഫിനേഷൻസ് ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ടെസ്റ്റിന്റെ വരാറുണ്ട്, അതുപോലെ തന്നെ സെലക്ഷൻ, റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ വരാറുണ്ട്. അപ്പൊ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഇത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കോഡോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ചിലപ്പോ നമ്മള് മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ തെറ്റി പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. എന്താണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് എന്നുള്ളത് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, പഠിച്ചു വെക്കുകയും ഡിസഡ്വാൻറ്റേജസ് അതോടെങ്കിൽ വായിക്കാം കേട്ടോ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് അപ്ലിക്കേഷൻ ഫോം വായിക്കണം. സെലക്ഷൻ ടെസ്റ്റ് എന്താണ്, സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ 3 ഡെഫിനേഷൻ നോക്കാം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് പറയാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, എക്സ്പ്ലെയിൻ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോവാം. ടൈപ്പ് ഓഫ് ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഇവിടെ കണ്ടോ, പിക്ചർ കണ്ടില്ലേ?
ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, സിറ്റുവേഷണൽ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്റലിജൻസ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമോട്ടോർ ടെസ്റ്റ്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റും. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ ഒന്നുമില്ല. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ടെസ്റ്റും പ്രൊജക്റ്റീവ് ടെസ്റ്റും. അതുപോലെ തന്നെ സിറ്റുവേഷൻ ടെസ്റ്റിനെ പറയുന്നത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ ഇൻപാസിറ്റീവ് ടെസ്റ്റ്. ഇത്തരം കാര്യങ്ങളാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് അല്ലെ, ആയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ, സോറി ഇത് ക്ലിയർ ആയിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. സിറ്റുവേഷണൽ ടെസ്റ്റിൽ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻവാസ്മെന്റ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഇത്തരം വരെയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇത്തരം വരെയും പിക്ചർ വരെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും വരെ പിക്ചർ വരെ ഒന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വരാം കേട്ടോ. ഓക്കെ, കൃത്യമായിട്ട് ഇത്ര വരെയും പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.